ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഡിസംബർ 23 കേരള PSC നടത്തിയ ഒരു ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള, കൻവർ സിംഗ്, ബീഗം, ഹസ്രത്ത് മഹൽ. ഓപ്ഷൻ ലക്നൗ, ആര, കാൺപൂർ, ഫൈസാബാദ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. നാനാ സാഹിബ് കാൺപൂരിലാണ് വിപ്ലവം നയിച്ചത്. മൗലവി അഹമ്മദുള്ള വിപ്ലവം നയിച്ചത് ഫൈസാബാദിലാണ്. കൻവർ സിംഗ് ആരയിലാണ്. ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ്. അപ്പൊ നമ്മളുടെ ആൻസർ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെ? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഖേദ. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ശരിയല്ലാത്തതാണ് വേണ്ടത്. 1ഉം 3ഉം ശരിയല്ല. അപ്പൊ ശരി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരനായിരുന്നു. ഖേദ എന്ന് പറയുന്നത് തെറ്റാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. ശരിയാണ്. ചൗരി ചൗര 22 പോലീസ് സ്റ്റേഷൻ ചുട്ടഴിക്കുന്നു, പോലീസുകാർ മരിക്കുന്നു. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ശരിയാണ്. ഇനി ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തില്ല. ആകെ 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. INC ആണ് ഗാന്ധിജി പ്രതിനിധീകരിച്ചത്. ഇനി 3ലും പങ്കെടുത്തത് തേജ് ബഹദൂർ സാപ്രു, അംബേദ്കർ തുടങ്ങിയവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ശരിയാണ്. 2ഉം 4ഉമാണ് ശരി. 1ഉം 3ഉം തെറ്റാണ്. കേരളത്തിലെ ആദ്യ റെയിൽ പാത ഏതാണ്? നമ്മുടെ ആൻസർ ബേപ്പൂർ തിരൂറാണ്. ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ടി പ്രകാശത്തെയാണ് ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്നത്. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം പോർച്ചുഗീസുകാരൻ. അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി 15 മുതൽ 50 കിലോമീറ്റർ വരെ ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. നമ്മുടെ ഉത്തരം 1ഉം 2ഉം ശരിയാണ്. 165 മീറ്റർ കഴിയുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. ടെമ്പറേച്ചർ നഷ്ടമുണ്ടാകുന്നു, ലാപ്സ് ഉണ്ടാകുന്നു, താപനഷ്ടം. ഇനി അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇത് 15 അല്ലെങ്കിൽ 18 to 20 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. 50 സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുണ്ട്, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം 3ഉം 4ഉമാണ്. അപ്പോ സൗരോർജം, ജൈവ താപോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, പിന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജം, ഇതൊക്കെ പാരമ്പര്യേതര ഊർജമാണ്. പാരമ്പര്യമാണ് കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആണവോർജം, പ്രകൃതിവാതകമൊക്കെ. ആൻസർ കിട്ടി. ഇനി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന NW3 ആണ്, നാഷണൽ വാട്ടർവേ 3. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഏറ്റവും വ്യാപകമായി ഇന്ത്യയിൽ കാണപ്പെടുന്ന മൺസൂൺ വനങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണ്? ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർ വെസ്റ്റർ. ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് നോർ വെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം
ആദ്യ മെട്രോ സർവീസ് കൊൽക്കത്തയിലാണ് ആരംഭിച്ചത്. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ബജറ്റ് ലൈൻ നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം ഏതാണ്? പണമാണ് ലിക്വിഡായിട്ടുള്ള രൂപം. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? വരുമാനം 0, നെഗറ്റീവ്, പോസിറ്റീവ് ഇതെല്ലാം വരുമാനമായി കണക്കാക്കുന്നു. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. നമ്മുടെ ഉത്തരം ബാങ്ക് നിരക്കാണ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക്, കേന്ദ്ര ബാങ്ക് എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ബാങ്ക് നിരക്കാണ് ഈടാക്കുന്ന പലിശ. അടുത്തത് റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട് അല്ലെ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. ആൻസർ വീട്ടമ്മമാരുടെ സേവനം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? നമ്മുടെ ഓപ്ഷൻസ്: 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. 74-ാം ഭേദഗതി നഗരപാലിക സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. നെഹ്റു, അംബേദ്കർ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. നമ്മുടെ ഉത്തരം വരുന്നത് ഓൺലി 1 and 2. 73 പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലികയാണ്. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? നമ്മളുടെ ഉത്തരം എ ആണ്. 1 ഉം 2. ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. രണ്ടാമത്തത് ജില്ലാ പഞ്ചായത്താണ് മേൽ ഘടകം. ഇനി ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെ? നമ്മളുടെ ഉത്തരം 2 ഉം 3 ശരിയായിട്ടുള്ളത്. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് കണ്ടു, SC/STയും പിന്നെ OBC വിഭാഗവും. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഉത്തരം 1 ഉം 3 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? നമ്മുടെ ഉത്തരം 1 ഉം 3 സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ഇനി നമ്മളുടെ അടുത്ത ചോദ്യം 24. ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? നമ്മുടെ ഉത്തരം 1 ഉം 2 ശരിയായ പ്രസ്താവന. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇനി ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം 1 ഉം 3 സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്ത ഉത്തരം ലോക്സഭ, രാജ്യസഭ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുറത്താക്കൽ. ഇനി റിട്ടുകളുടെ പ്രത്യേക ഭൂരിപക്ഷം വരുന്നു. ഇനി റിട്ടുകളുടെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? 2 ഉം 3 അതായത് ഹൈക്കോടതി, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും പറ്റും, സുപ്രീം കോടതിക്കും പറ്റും. പ്രധാനമായി എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളാണ് ഉള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഉത്തരം എല്ലാം ശരിയാണ്. സംസ്ഥാനങ്ങളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? ഉത്തരം 1 ഉം 3 42 എന്ന് വെച്ചാൽ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. 45 സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. അടുത്തത് കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം 2 ഉം 3 ആന്റണി രാജു ഗതാഗത വകുപ്പ്, AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവാണ്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ്.
ഇനി കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? നമ്മളുടെ ഉത്തരം എല്ലാം ശരിയാണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, 21 അംഗ മന്ത്രിസഭ, സ്പീക്കർ AN ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? എല്ലാം ശരിയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് M വിൻസെന്റിനെയാണ്. മനുഷ്യ ഹൃദയത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്താണ്? നമ്മളുടെ ഉത്തരം വലതുവശത്തു മുകളിൽ ഒരു വെൻട്രിക്കിളും താഴെ ഒരു ഏട്രിയവുമാണ്. വലതുവശത്തു മുകളിൽ ഒരു വെൻട്രിക്കിൾ, താഴെ ഒരു ഏട്രിയം. വിലയേറിയ സമയം പാഴാക്കരുത്. ഈ ഉപദേശം, ഈ ഒരു സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് 2021 ലോക പക്ഷാഘാത ദിന സന്ദേശമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2021 ലോക പക്ഷാഘാത സന്ദേശമാണിത്. ഇനി നമുക്ക് 34-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ജലദോഷം വൈറസ് രോഗമാണ്. 2021 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? വൈദ്യശാസ്ത്രം. ഉത്തരം ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെ കുറിച്ചുള്ള പഠനത്തിനാണ്. തയാമിൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ജീവകം B1 ആണ്. യൂട്രോഫിക്കേഷൻ എന്താണ്? ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഒരു വസ്തുവിന് നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഉത്തരം 4. 38 ഉത്തരം 4. ഗതികർഷണവും സ്ഥിതകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഇനി നമ്മളുടെ ചോദ്യം, ഗുരുത്വത്വരണത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന 2ഉം 4ഉം. ഗുരുത്വത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു, ഗുരുത്വത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. 40-ാമത്തെ ചോദ്യം 4ആണ് ഉത്തരം. ചേരാത്ത പ്രസ്താവനയാണ്. ഫോട്ടോ ഇലക്ട്രോൺ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതം എന്നത് തെറ്റാണ്. ലോഹോപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതം. ലോഹോപരിതലത്തിൽ പതിക്കുന്ന പ്രകാശ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നു. വൈദ്യുത പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേർ അനുപാതത്തിലാണ്. 41-ാമത്തെ ചോദ്യം, 2022 ഊർജതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ഏത് ഊർജതന്ത്ര ഗവേഷകനായിരുന്നു? നമ്മുടെ ആൻസർ ക്വാണ്ടം മെക്കാനിക്സ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ഫോസ്ഫറസ്. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത് BF3 ആണ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എഥനോൾ ആണ്. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് ഓർബിറ്റൽ എന്നാണ്. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? 1, 3, 4. G ശങ്കരക്കുറുപ്പ്, ONV, അക്കിത്തം. ഇനി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു, നീർ നാവ് വരണ്ടവോ ഭീതി വേണ്ട തരിക എനിക്ക് നീ. ഇത് ദാഹജലം എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത് ആരാണ്? ആനന്ദൻ മാതങ്കിയോട്. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. നമ്മളുടെ ഉത്തരം 1, 2, 3 ഇവ ശരിയാണ്. പള്ളിവാളും കാൽച്ചിലമ്പും നിർമാല്യം, ഭാസ്കര പട്ടേലും എന്റെ ജീവിതവും വിധേയൻ, നീലവെളിച്ചം ഭാർഗവി നിലയം. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം രചിച്ചത് M മുകുന്ദൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ എന്താണ്? 1, 3, 4. സർവവിജ്ഞാനകോശം ഡയറക്ടർ. 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഇനി നമ്മളുടെ ഇംഗ്ലീഷ് ചോദ്യമാണ്. 61-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. Where did you go yesterday? The policeman told the boy. അപ്പൊ ആൻസർ വരുന്നത്, the policeman asked the boy where he had gone the previous day. Yesterday, previous day ആയി reporter speech. The athlete dashed on the ground and cried for help. നമ്മുടെ ഉത്തരം ലയ. Find the wrongly spelled word. Onomatopoeia. ഇനി the idiom on the trot means answer consecutively. The word catotrophobia means the fear of mirrors. കണ്ണാടിയോടുള്ള ഭയമാണ്. ബാലുസ് റിട്ടേൺ ദ ബുക്ക്. അപ്പോൾ റിട്ടേൺ വന്നു, ബാലു ഉണ്ട്.
അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഹാസിന്റെ ഹി. The meaning of the phrase carte blanche is carte blanche എന്ന് വെച്ചാൽ the complete freedom to act as one thinks best. ഇനി അടുത്ത ചോദ്യം, the antonym of the word redundant. Redundantന്റെ antonym ആണ് necessary. Choose the correct sentence. Correct sentence: I had left home before the came. ഇനി the officer when dashed the report many times and approved it. Answer B ആണ് over. അപ്പോ ശരിയായ പദപ്രയോഗം മലയാളത്തിലേക്ക് പോകുന്നു. ആൻസർ സ്വാദിഷ്ടമാണ്. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സിംഹഭാഗം എന്നാൽ എന്താണ്? വലിയ ഭാഗമാണ്. അച്ചൽ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏതാണ്? ജനകൻ. സ്മരിക്കുക എന്ന പദം അത് വിസ്മരിക്കുകയാണ് വിപരീതാർത്ഥം. വെൺചാമരം പിരിച്ചെഴുതുക. വെൺചാമരം, വെൺ പ്ലസ് ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? വിദുഷി എന്നാണ്. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏതാണ്? ബഹുവചനമല്ലാത്തത് ഭാഗവതർ. അത് ഏത് ബഹുവചനമാണ്? പൂജക ബഹുവചനമാണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാൽ നിത്യാഭ്യാസി ആനയെടുക്കും. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്നത് ക്ഷോഭിച്ചവൻ ക്ഷുഭിതനാണ്. ഇനി താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപാദനത്തിന് കാരണമാകുന്നത് ഏതാണ്? ഉത്തരം 2 മാത്രം. കർപ്പൂരം ഉൽപാദനം, അയഡിൻ ലായനി ഉൽപാദനം, കാലാവസ്ഥ നേരിട്ട് വാതകമാകും. LPGയുടെ ലോവർ എക്സ്പ്ലോസീറ്റീവ് ലിമിറ്റ് എത്രയാണ്? ഉത്തരം 2%. LPG തിരിച്ചറിയുന്നതിന് ഗന്ധം നൽകുന്നത് ഏതാണ്? ഈതയിൽ മെർക്യാപ്റ്റൻ ആണ് LPGയിലെ ഗന്ധം നൽകുന്നത്. അടുത്ത ചോദ്യം, ഇത് നമുക്ക് വേണ്ട അല്ലെ, ബ്ലേവ്. അതൊക്കെ ഏതുമായി മറ്റൊരു അവരുടെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഫയർ ആൻഡ് സേഫ്റ്റി. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ തത്വം അത് നമുക്ക് വേണം. നമ്മുടെ ഉത്തരം ഹൈഡ്രോളിക് പാസ്കൽ നിയമമാണ്. ഹാനികരമായ വസ്തുക്കൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടം ഉണ്ടായാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇത് നമുക്ക് വേണ്ട ട്രംപ് കാർഡാണ്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം നമുക്ക് വേണം. ഉത്തരം 540. ഇനി ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ആണ്? അത് നമുക്ക് വേണ്ട ഉത്തരം 2 മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷൻ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് നമുക്ക് ഉത്തരം വേണ്ട 38°C. രക്തം കട്ടപിടിക്കുന്നത് നമുക്ക് വേണ്ടതാണ്. സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. പ്രഥമ ശുശ്രൂഷ CPR എന്തിനെ സൂചിപ്പിക്കുന്നു? വേണ്ടതാണ്. കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. എമർജൻസി ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഹീമോഗ്ലോബിൻ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി. നമ്മുടെ ഉത്തരം ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നത് ശ്വസിച്ചാൽ ഏറ്റവും അപകടകരം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം പൊള്ളലേറ്റ ഭാഗം തുണി ഉപയോഗിച്ച് കെട്ടുന്നത് തെറ്റാണ്. പൊള്ളലേറ്റ ഭാഗത്ത് കുമിളകൾ പൊട്ടിക്കരുത് ശരി. പൊള്ളലേറ്റ ഭാഗം വസ്ത്രം ഉരുകി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത് ശരി. ഇനി പ്രഥമ ശുശ്രൂഷ ചെയ്യരുതാത്തത് ഏതാണ്? നമ്മുടെ ഉത്തരം അറിയാവുന്ന ചികിത്സ നൽകണം. ശുശ്രൂഷകൻ ചെയ്യരുത്. നമ്മൾ അറിയാതെ ചികിത്സിക്കാണ്ടിരിക്കുക. അടിയന്തരമായി വൈദ്യസഹായം കൊടുക്കുക. സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക. മുൻഗണന നിശ്ചയിക്കുക. പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ചു പുറത്തു വരുന്നത് അത് വിഷമഭംഗമാണ്. ഇനി IT നിയമത്തിലെ ഏത് വകുപ്പ് സൈബർ ഭീകരതയെ കുറിച്ച് പ്രതിപാദിക്കും? നമുക്ക് വേണ്ടതാണ് നമ്മളുടെ ഉത്തരം വകുപ്പ് 66F, അതായത് ടെററിസം. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം വകുപ്പ് 66D ആണ്. ആൾമാറാട്ടം, ഡി ഡായാകുന്നത് ആൾമാറാട്ടം. ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി മാത്സിന്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്കിടാം. മാത്സ് ചെയ്ത് നോക്കേണ്ടവർക്ക് ചെയ്ത് നോക്കി ഉത്തരങ്ങൾ കൺഫേം ചെയ്യാം. അപ്പോൾ മാത്സ് 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 3/12 പ്ലസ് x is equal to 1 ഇട്ട് സോൾവ് ചെയ്യുക. ഉത്തരം 3/4. 630 മീറ്റർ നീളമുള്ള തീവണ്ടി 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നെങ്കിൽ ശരാശരി വേഗത. നീളങ്ങൾ കൂട്ടുക, ഈ മണിക്കൂർ കൊണ്ട് ഹരിക്കുക. അപ്പോൾ ടൈം കൊണ്ട് ഹരിക്കുമ്പോൾ സ്പീഡ് കിട്ടും. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഉത്തരം 90 കിലോമീറ്റർ. 13 മീറ്റർ കിഴക്കോട്ട് നടന്നു, ഇടത്തോട്ട് 11 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് 5 മീറ്റർ. അപ്പോൾ അകലമാണ് ചോദിക്കുന്നത്. ഉത്തരം 10. ഒരു ഭിന്നസംഖ്യ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏതാണ്? ഉത്തരം 32.
ഇനി അടുത്ത ചോദ്യം ഉത്തരം 57. ഇനി ഒരു സംഖ്യയുടെ 4 മടങ്ങ് 6 മടങ്ങ് കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് 4 മടങ്ങ് 4x പ്ലസ് 6x 6 മടങ്ങ് കൂട്ടിയപ്പം 100 കിട്ടി. സംഖ്യയുടെ 3 മടങ്ങ് x കണ്ടുപിടിച്ചിട്ട് 3x കാണണം. ഉത്തരം 30. ഓഗസ്റ്റ് 1 ചൊവ്വ, നവംബർ 30 ഏതായിരിക്കും? ഉത്തരം വ്യാഴം. ഇനി സാധാരണ പലിശ 5 വർഷം പൂർത്തിയാക്കി പലിശ മുതൽ തുല്യമായി 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ. ഉത്തരം 20. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അംശമെന്ന് തന്നിട്ടുണ്ട്. എണ്ണം എത്ര കൂടുതലാണെന്ന് കാണുക. 126 തന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ എത്ര ആൺകുട്ടികൾ എത്ര എന്ന് കിട്ടും. ആ ഒരു ഡിഫറൻസ് 5 - 3 2 കണ്ടുപിടിച്ചാൽ മതി. 2/8 കണ്ടാൽ മതി. അപ്പൊ നമുക്ക് നമ്മളുടെ ഉത്തരം തന്നെ കിട്ടും. ആൻസർ എന്താണ്? ആൻസർ 84 ആണ്. a³ - b³ / a² + ab + b² എന്നാണ്. അപ്പൊ a³ - b³ a - b × a² + ab + b² ആണ് അല്ലെ. അപ്പോ നമുക്കിവിടെ ഈ a - b വെട്ടിയിട്ട് ഇത് രണ്ടും വെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് a - b മാത്രം ഇവിടെ കിട്ടും. ക്ലിയർ ആണ്. അപ്പോൾ ഉത്തരം എന്താണ് വരേണ്ടത്? ഉത്തരം വരുന്നത് 50 എന്നാണ്. 75 - 25 ആണ് ഉത്തരം വരേണ്ടത്. അപ്പോ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും കംപ്ലീറ്റ് ആയി. 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ സെക്ഷൻ ഇഷ്ടപ്പെടുന്നത് ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ ജസ്റ്റ് നോക്കിയത്. നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ആൻസേഴ്സ് മാത്രം നോക്കി പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ഒരു എക്സാം സെക്ഷൻ 2023 മുതൽ ബാക്കിലോട്ട് എക്സാം സെക്ഷനും അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ എക്സാമും വെക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ദയവായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു, ബൈ.